ആശ വന്ന ഉടൻ തന്നെ ഭസ്മം ചോദിക്കും. ആശയുള്ള ഭസ്മം വാങ്ങിച്ചോ നീ? പത്മം മേടിക്കാനാണ് എനിക്ക് സമയം. ഞാൻ നമ്മുടെ ഗോതമ്പ് മേടിച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാ? അതാകുമ്പോ ചടങ്ങ് കഴിയുമ്പോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ദൈവമേ, ആശ വന്നു കഴിഞ്ഞാൽ നമ്മളെ ശപിക്കും. ഉറപ്പാണ് ശപിക്കും. ഇത് കണ്ട 5-6 ശപിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നാലും ഞാൻ അരിപ്പുട്ടിന്റെ മാവ് കൊടുത്ത് പകരം ശപിച്ചില്ലല്ലോ. അരിപ്പൊട്ടിന് പൊടി കൊടുത്താ നീ? ഓ ആ വെറുതെ ആശാൻ, നമ്മുടെ ആശാനെ കഴിഞ്ഞ ദിവസം മന്ത്രം ചൊല്ലിയപ്പോഴേ മുട്ടുപോലെ ഇങ്ങനെ തള്ളി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് മന്ത്രം. അകത്തൊരു ശബ്ദം. ഇന്നലെ രാത്രി ആശാൻ കിടക്കാൻ നേരത്തെ കഞ്ഞി ചക്കക്കുരുത്തോറും കഴിച്ചിട്ടാ കിടന്നത്. അപ്പൊ അത് കൂർക്കത്തിന്റെ ശബ്ദം അല്ല? അല്ലല്ല. ആശാനെ, ആശാനെ, ഈ ആശാനെ ആശാനെ, ആശാനെ, ആശാനെ പിടിച്ചേ. അയ്യോ, അത് നല്ല മന്ത്രം കേട്ടാ. അകത്ത് വിളിച്ചപ്പോ അകത്തോട്ടായിരുന്നു. ഇപ്പൊ തന്നെ പുറത്തും വന്നിരിക്കണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ പുറത്ത് നിന്നപ്പോ ഞാൻ അകത്തുണ്ടെന്ന് തോന്നിയായിരുന്നു? തോന്നിയായിരുന്നു. നിങ്ങൾ അകത്ത് നിന്ന് നോക്കുമ്പോ ഞാൻ പുറത്തുണ്ടെന്നും തോന്നും. അതാണ് ഞാൻ തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട്. നിങ്ങളത് ചെതലാണ് ഈ തൂണിലും തുരുമ്പിലും ഇരിക്കുന്നത്. ഈ സാമാനം വെച്ചോളൂ, ഒറ്റ എണ്ണ അങ്ങ് വന്നാണല്ലോ. എടാ അതല്ലെന്ന് ഞാൻ നിന്ന് ഇപ്പൊ അപ്രത്യക്ഷമാവുന്നു. അത് ഭാര്യ വരെ ഒന്ന് പേടിച്ചിട്ട് നിങ്ങൾ മണ്ടത്തരം പറയാതെ പോയി ഇതുകളെ കൂട്ടി. പിന്നല്ലാതെ നമുക്ക് സമയത്ത് നിങ്ങൾ മന്ത്രം പഠിപ്പിച്ചാണല്ലോ. അതാണ് ഇപ്പൊ കുഴപ്പം. മന്ത്രം പഠിപ്പിച്ച എടാ ഇന്നലെ ഞാൻ ഇങ്ങനെ നിന്നൊരു മന്ത്രം പഠിപ്പിച്ചില്ലേ ഒറ്റക്കാലം നിന്ന്? അത് മന്ത്രമായിരുന്ന ഞാൻ മേടിച്ച് നിങ്ങൾ നിൽക്കണായിരിക്കും. ഇന്നലെ ആശാൻ അകത്തിരുന്നൊരു മന്ത്രം ചൊല്ലില്ലേ, അത് ഞാൻ പുറത്തിരുന്ന് പഠിച്ചു. മന്ത്രം വാഴ കടച്ചിട്ട് അകത്തിരുന്ന് മന്ത്രം ചൊല്ലി. അയ്യോ, ഞാൻ പപ്പടവട നിന്നു. അത് മന്ത്രാന്നും പറഞ്ഞു പഠിക്കാതെ ഇനി എവിടെയെങ്കിലും കൊണ്ട് ചാലിക്കാലോ. ചിരിയൊക്കെ തീരും. ഒരു പടിയുമില്ല. മന്ത്രത്തിന് ഇപ്പൊ ആരും വരുന്നില്ല. ആകപ്പാടെ ഇവിടെ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ ഇത്തിരി ചുട്ട കോഴി കിട്ടും. അത് തിന്നോണ്ടിരിക്കുക. അല്ലാതെ ഇവിടെ എന്തോ ഉള്ളത് ഇവിടെ ഇപ്പം. ചുട്ട കോഴിയായാലും കിട്ടുന്നുണ്ടല്ലോ. അതേ ഉള്ളു. ഇന്നൊരു കോഴിവട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, 65 മസാല മേടിച്ചോണ്ട് വരണം. ഞാൻ പോയല്ലോ മസാല മേടിക്കാൻ. അവനെ പറഞ്ഞു വിട്ടാ മതി. ഇവനെയോ? ഇവനെ മസാല മേടിക്കാൻ പറഞ്ഞോണ്ട് കൊച്ചുമുസം മേടിച്ചോണ്ട് വന്നേക്കുവാ. അതെന്നെ മസാല അല്ലേ? അത് മസാലയാ, പക്ഷെ അതിട്ട് വെട്ടി പുഴുങ്ങി തിന്നു അതിന്റെ പിന്നെ എന്റെ വയറ്റിൽ പോകും. ഞാൻ തന്നെ പൊക്കോളാം. എന്റെ പൊന്നോ. എന്നാ പൊന്നോന്ന്. ആശാനെ, 10 വർഷങ്ങൾക്ക് മുമ്പ് ആശാന്റെ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ. ദാണ്ട നല്ല ഭാഗത്തിന്റെ അലമാര കൊണ്ടുവരണാരാ. ഹലോ. എന്തുവാ എന്തോ ആര് തന്നോട്ടാ? എന്തോന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പോവുക. പൈസ എടുക്കും. പൈസയോ? കൊണ്ടുവന്നില്ലേ? അവിടെ തന്നത് എനിക്ക് ഇവിടെ കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ. പിടി. ഇത്രയുള്ളൂ. ഓക്കെ. അച്ഛൻ എന്താ നോക്ക്. ഞാൻ എങ്ങനെ നോക്കങ്ങോട്ട്. നക്ഷത്രപ്പെട്ടിയാ? എനിക്കാണെങ്കിൽ തുറക്കണേ. എന്നെ മനസ്സിലായോ? ഇല്ല, ആരെ മനസ്സിലായില്ലല്ലോ. ഞാൻ അലമാര മാറ്റിയിട്ട്. അലമാരയല്ല, അത് മാജിക് ബോക്സ് ആണ്. ഇതാണോ മാജിക്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഇവിടുത്തെ പ്രധാന മജീഷ്യൻ ഡാഗിനി. ഡാഗിനിയോ? ഡാഗിനി ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. ചുവന്ന സാരിയെ കൊടുത്തിട്ട് മൂക്ക് ചെവിയിൽ ഊഞ്ഞാലൊക്കെ കിട്ടി. ഇതല്ല, എന്റെ മാജിക്കൽ നെയ്മാണ് ഡാഗിനി എന്നുള്ളത്. അപ്പൊ മാജിക് ഇല്ലാത്തപ്പോഴാ സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും വിളിക്കാൻ എളുപ്പമാണ് സുവാസു എന്നുള്ളത്. അപ്പുറക്കട ഇപ്പുറക്കട. ജാഫ്രിക്കട അല്ല, അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒക്കെ കടം മേടിച്ച് ഞാൻ മുടിത്തിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി ഞാനല്ലല്ലോ, മോദി സാർ. അതല്ല, ഇവിടുത്തെ പ്രധാന മന്ത്രവാദി ആരാണ്? അയ്യോ, ഞാനാ. ആണല്ലേ? അപ്പൊ താങ്കളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ? എന്റെ മാജിക്കിന് ഇപ്പൊ വലിയ പഞ്ച് അങ്ങോട്ട് കിട്ടുന്നില്ല. കമ്മറ്റിക്കാരെ കണ്ടാ മതി, അവര് പരിപാടി ബുക്ക് ചെയ്തോളും. അതല്ലെന്ന്, ഈ ഇടയ്ക്ക് എനിക്ക് നമ്മുടെ സെൻട്രൽ ജയിലിൽ ഒരു മാജിക്ക് അവതരിക്കാൻ അവസരം കിട്ടി. 2000 പേരുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് തന്നെ. പരിപാടിക്കാര് 2000 പേര്, 20,000 വാട്സ് ലൈറ്റും സൗണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു 500 നോട്ട് ഇങ്ങോട്ട് മേടിക്കും. എന്നിട്ട് എന്റെ കൈക്രിയിലൂടെ ഞാനത് 2000-ന്റെ നോട്ടാക്കി കൊടുക്കും. അവിടെ വെച്ച് ഞാനൊരു ജയിൽ പുള്ളിയുടെ 500 മേടിച്ചു, ഇത് 2000 ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാ കയ്യടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പുറവശത്തോട് വന്നപ്പം ജയിലിലെ സൂപ്രണ്ട് അവിടെ നിൽക്കുന്നു. എവിടാടാ ഈ നോട്ടടിക്കുന്ന കമ്മട്ട ഒളിപ്പിച്ച് വെച്ചത്? ഒറ്റ ഇടിയാ. അപ്പൊ തന്നെ എന്റെ കമ്മട്ടത്തിൽ ഒരു തീരുമാനമായി. ഏതാ ഈ ആപ്പിൾ കണക്കാണ് വേറൊന്നും കാണിക്കണം. അല്ല, മാജിക്ക് കാണിക്കാൻ നിങ്ങൾ പേടിക്കും, അതുകൊണ്ടാണ്.
പരിപാടിയില്ല. നമ്മളോട് ബോറടിച്ച് ഒരു ജോലി ചെയ്യാതെ കൂടെ കുത്തിയിരിക്കുകയല്ലേ ഇത് കളിച്ചത്. അല്ല, ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അയ്യോ, ഞാൻ കല്യാണം കഴിച്ചാ ഉമ്മാര് കല്യാണം കഴിക്കാത്ത അമ്മാരുമായിട്ട് കൊളാബറേറ്റ് നമുക്ക് സമയം നിങ്ങളെ കണ്ണൊക്കെ അതല്ല, എന്റെ മാജിക്കും നിങ്ങളുടെ മന്ത്രവാദത്തിനും വലിയ സ്കോപ്പ് ഒന്നും ഇല്ലല്ലോ ഇപ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ ഒന്നിച്ചാകാറുള്ള പരിപാടി. ഒരു മാജിക്ക്. പേടിക്കരുത്. എനിക്കോ? ഞാൻ വടയക്ഷീനെ വിളിച്ചു വരുത്തിയിട്ട് താടക്ക് തട്ടി വിടണോ, എന്നെ പേടിക്കല്ലെന്നാ. ഞങ്ങൾ 20 പേര് ചേർന്നാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അതായത് എന്റെ ശരീരത്തിലൊരു അവയവം ഞാൻ മുറിച്ചു മാറ്റാം. എന്റെ തള്ളവരല്ല. പേടിക്കരുതില്ലല്ലോ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ പേടിക്കുന്നു. മാജിക് ആണെന്ന്. കൈ മുറിച്ചു. മാജിക് ആണെന്ന് മുറിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ മാജിക് പരിപാടി ഒന്നും ഇല്ല. അല്ല, വാർണിഷിംഗ് ഉണ്ട്. ആ വാർണിഷിംഗ് കൊണ്ട് മറ്റേ നമ്മൾ അപ്രത്യക്ഷമാക്കൂലേ? അതല്ല, പെയിന്റിംഗ് പണിക്ക് വാർണിഷല്ലേ, പോളിഷിന്റെ. അതിന്റെ പരിപാടിക്ക് ഇടയ്ക്ക് പോകും. ഇപ്പൊ പരിപാടിയില്ല. അപ്പൊ ഞാൻ വന്നത് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെന്താ? നമുക്ക് രണ്ടുപേരും കൂടെ, അതായത് ആപ്പിൾ എടുക്കാൻ അറിയാമോ? അല്ല, അത് എനിക്ക് അറിയത്തില്ല. അത് എന്നെ പഠിപ്പിക്കണം. അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു കൈ ഇണക്കമാണ്. അതായത് നിങ്ങളൊരു മന്ത്രവാദി ആണല്ലോ, ആൾക്കാർ കാണുമ്പോ വിശ്വസിക്കണ്ടേ? അപ്പട്ടി കൊണ്ടൊരു കാണിച്ചു തരാം. പെട്ടെന്ന് കൊണ്ടുവരൂ. അപ്പൊ ഇതിങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പുറത്ത് നിങ്ങൾ രണ്ടുപേരും പാത്ത് നിൽക്കുന്നു. അപ്പൊ അത് അവർ വരുന്നവര് കാണുന്നില്ല. അപ്പോഴത്തേനും ഈ വരുന്നവരുടെ നോട്ടം മൊത്തം ഈ കയ്യിലായിരിക്കും. ആ നോട്ടം അവര് ഇവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് കൈ നമ്മൾ ഇവിടെ വെക്കുന്നു. അവിടെ നമ്മൾ കണ്ടോ? ഇതൊക്കെ മാജിക്ക്. അപ്പൊ വരുന്നവരെ ഇതൊക്കെ ആദ്യം വിശ്വസിപ്പിക്കുക. പിന്നെ നമ്മൾ പറയുന്ന എല്ലാം കേട്ടോളൂ. അപ്പൊ നമ്മൾ കൊളാബറേറ്റ് ആയ സ്ഥിതിക്ക് ഈ ഡ്രസ് ഞാൻ അങ്ങ് തരുന്നു, ആ ഡ്രസ് എനിക്ക് തരുന്നു. അപ്പൊ ഏതാ സൈസ്? ഞാൻ സ്മോളാ. ഞാൻ ലാർജാ. നമുക്ക് ക്വാർട്ടർ മതി. ഇവര് ക്വാർട്ടർ മേടിച്ച് അവിടെ നിന്ന് അടിച്ചു. നമുക്ക് ലാർജും സ്മോളും ഇപ്പുറം അടിക്കാം. അതല്ല, ഞാൻ ഷർട്ടിന്റെ ഇതിന്റെ കാര്യം പറഞ്ഞു. തൊപ്പി വെക്ക്. ആ ഷാളിക്ക പൂച്ചട്ടിയാണല്ലോ. പൂച്ചട്ടിയല്ലേ? ഓക്കെ. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ആത്മാവിനെ എങ്ങനെ വിളിച്ചു വരുത്താമെന്നാണ്. സോ ലെറ്റ്സ് വാച്ച്. പിന്നെ പട്ടി കളിയുണ്ട്. ഈ കൂട്ടത്തിൽ ആരാ സ്വാമി? ആരാ കണ്ടാൽ അറിയത്തില്ലേ? സ്വാമി അനുഗ്രഹിക്കണം. ഞാനാണ് സ്വാമി, എന്റെ ഭാര്യ രക്ഷിക്കണം. എന്റെ കയ്യിൽ നിന്ന് പോയി. നിന്റെ കയ്യിൽ നിന്ന് പോയെന്നെ അവന്റെ കയ്യിലുണ്ടല്ലോ. അയ്യോ, ഞങ്ങളെ കൊണ്ടു ഓട്ടോക്കാരനാ. അവന്റെ നോട്ടം ശരിയല്ല ഓട്ടോക്കാരന്റെ. ഒന്നും പറയേണ്ടത്, എങ്ങനെയെങ്കിലും റെഡിയാക്കി തന്നെ. എന്നാ പറ്റിയത്? ഇപ്പൊ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. സ്വാമി കേൾക്കണം, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അടച്ചിട്ടൊരു മുറിയിൽ കയറിയിട്ട് ഓജോ ബോർഡ് വെച്ച് പ്രേതത്തിന് ഇങ്ങനെ വിളിച്ചു വരുത്തി സല്ലാപം നടത്താൻ വേണ്ടി ചെയ്ത പണിയാ. പ്രേതത്തെ കണ്ടി വെള്ള കിളി പോയി. എന്താ പേരെന്താ? അതല്ലെന്ന്. യൂട്യൂബ് ചാനലിന് പേരുണ്ടല്ലോ, അതെന്താ? തന്നിഷ്ടം തോന്നിയ വാസം. തന്നിഷ്ടം തോന്നിയ വാസം, അതാ പറ്റിപ്പോയത്. എന്റെ സ്വാമി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചതാ. ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. അങ്ങോട്ട് മാറി നിൽക്കുക. ഞങ്ങൾക്ക് ആലോചിക്കണം. അതെ, ആദ്യം അവരെ വിശ്വസിപ്പിക്കുക. ആപ്പിളിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്ത് അവർ കാണിപ്പിക്കാം. ധൈര്യമായിട്ട്. ഇതൊക്കെ അങ്ങനല്ലേ? നന്നായി വരും. കറക്റ്റ് സമയത്ത് ആപ്പിൾ എടുത്ത് കൊടുത്തോളൂ കേട്ടോ. ആപ്പിളവൻ തിന്ന്. സ്വാമി എങ്ങനെയെങ്കിലും ഒന്ന് പൊടിയാണോടെ കണ്ണിലെറിയുന്ന പട്ടി. നീ എന്താ എന്നെ തല്ലിയത്? ആശാരി ഗോതമ്പ് പൊടി കൊടുത്ത് പറ്റിക്കരുത്. ഞാൻ മര്യാദക്ക് പറഞ്ഞു തന്നോട്. ഇതൊരു ചങ്ങലേറ്റ് വരെയല്ലേ? നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ ചിലപ്പോ ഈ ഓടിച്ചാലാ. ഒറ്റ അടിക്കാൻ ഒഴിച്ചു. മൂത്രത്തിൽ സ്വാമി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചതായി. നടക്കൂ. ഇത് നടക്കുന്നു. ഞാനല്ല പറഞ്ഞേ. അപ്പൊ തന്നെ ശരിയാക്കി തരാം. അപ്പൊ ഞാൻ എന്റെ മാജിക് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഏത്? മറ്റേ ഒന്നാമത് പട്ടിണി കിടക്കണം എന്റെ ഇടയിൽ. പേടിയും തിരിച്ചെടുത്ത് നോക്കല്ലേ? കഴിയുമ്പോ പറയാം. നിങ്ങളുടെ 6 കണ്ണുകൾ എന്റെ വിരലിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്.
രാജു കാണിച്ച കൈ വിരല് കാണിച്ചേ ഇവിടെ ഇരുത്താം പന്നം കത്തിക്കാം ഇരിക്കവിടെ ഇരിക്കൂല ഇരിക്കവിടെ ഇരിക്കൂല നീ എന്തിനാ ഇരിക്കാൻ പോകും ഞാൻ മറ്റേ സാമിനോട് ഇരിക്കവിടെ ഇരിക്കൂല രണ്ടുപേരും കൂടി പിടിച്ചിരുത്താം കമന്റ് ചെയ്യോ കമന്റ് ചെയ്യോ കമന്റ് ചെയ്യും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യും ലൈക്ക് ചെയ്യോ ചെയ്യും ബെൽ ബട്ടൺ അമർത്തട്ടെ നീ അമർത്തണ്ട നിന്റെ ഞാൻ ശരിയാക്കട്ടെ എങ്ങനെയുണ്ട് തള്ളിപ്പൊടി തീ കളിക്കാൻ ഇതിന് പരിഹാരം കാണും അങ്ങനല്ല ഇവിടെ കത്തിക്ക് പോയത് ഇതെതിരെയാണ് ചൂലെടുത്തരി ഒഴിയല്ലോ നീ 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം തളിച്ച് കഴിയുമ്പോ റെഡി ആയിക്കോളും ഉള്ളതല്ലേ അല്ല പിന്നെ കുഴപ്പമില്ല 2500 രൂപ മേടിക്കണം ഏ? ആ 50-50 ആ. ഏ? എന്നാന്ന് അനക്കമില്ല കാറ്റുമില്ല അനക്കമില്ല ചത്തം തോന്നുന്നു ഒന്നോ ചത്തോ പിന്നെ കൈയെടുത്ത് ചാവൂലേ അതെന്തോരം അടി അടിച്ച് കൊച്ചേ എഴുന്നേര് ചോക്കോബാർ മേടിച്ചോ തമാശയിലോട്ടോ എങ്ങനെ പോയാലും കൊച്ചെണീറ്റ് പോച്ചേ എഴുന്നേറ്റ് പോ ഹലോ എന്തുവായിരുന്നു പേര് അജേ നാരായണൻ അതെ നാരായണ ഒരു പെങ്കൊച്ചിനെ കൊന്നു കേട്ടോ ആ പെട്ടെന്ന് ഒരാൾക്ക് പിടിക്കാം ആരോടാ പറഞ്ഞു അതെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞേ പിന്നെ അത് ഒരു പെങ്കൊച്ചിനെ തല്ലി കൊന്നിട്ട് കൊന്നില്ല പിന്നെ എന്തിനാ കൊന്നേ എല്ലാരും എന്റെ നേരം തിരിയില്ല ദൈവത്തോട് ഒഴിഞ്ഞു പോയില്ലേ ഇല്ല ഒഴിഞ്ഞു പോയില്ല അതെന്നാ പരിപാടിയാ നിങ്ങൾ ഒഴിപ്പിക്കാന്ന് പറഞ്ഞോണ്ടല്ല ഞാൻ എന്റെ വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് ഒഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല ആ കേസ് കേട്ട് ഇവിടെ തന്റെ വൈഫിനെ ഒഴിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത് 6 മാസമായിട്ട് ഇയാൾ എനിക്ക് വാടക തരുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒഴിഞ്ഞു പോകുന്നു പറയുന്നുണ്ട് പക്ഷെ ഒഴിഞ്ഞു പോയില്ലല്ലേ ഇല്ല ആ ചൂറിങ്ങ ഒഴിഞ്ഞു അപ്പോൾ മന്ത്രവാദത്തിന്റെയും 4 കള്ളന്മാരുടെയും വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ ഫ്രം രാധ ഒഴിഞ്ഞു പോയില്ലേ പോയില്ല ഒഴിഞ്ഞു പോവില്ല ആദ്യം നീ ഒന്ന് ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പൊക്കോളാം